കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ ബലത്തോടെ പോകുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ, ഓരോരുത്തരെയും ബലം നൽകുന്നല്ലോ. ദൈവാത്മാവ് നമ്മളെ സകലത്തിലും സാക്ഷ്യമാക്കി മാറ്റുന്നു. സകലത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ വാഴ്ത്തുന്നു. ഇന്നലെ കേട്ട വചനഭാഗം, വചനചിന്ത ആരെങ്കിലും ഓർക്കുന്നുണ്ട് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചെന്നുള്ളത്? ദൈവത്തിന്റെ ആലോചനകൾ ആലോചന സ്വീകരിക്കുമ്പോൾ ആമേൻ വഴികൾ പറഞ്ഞ് തന്നെ സ്വീകരിക്കണം. കർത്താവിൽ ശക്തിപ്പെടുക, ബലപ്പെടുക, ദൈവം പറയുന്നത് കേൾക്കുക. ദൈവത്തിന്റെ വചനമാണ് പ്രവചിക്കുന്നത്. പ്രവാചകൻ പ്രവചിക്കുന്നത് ദൈവത്തിന്റെ വാക്കാണ്, അരുളപ്പാടാണ്. അവയെ നമ്മൾ ഇന്നലെ കേൾക്കാൻ ഇടയായി തീർന്നു അല്ലേ? കർത്താവിൻ്റെ ആലോചന കേൾക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വഴിയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയോട് പ്രതികരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കർത്താവ് നമ്മൾ പോലും അറിയാത്ത വഴികളെയും വാതിലുകളെയും സ്വർഗത്തിലെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവിൻ്റെ വചനം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ കയറിയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കേൾക്കുന്ന വചനങ്ങൾ, ആലോചനകൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഉളവായി വരും. നമ്മൾ കോട്ടയത്ത് വെച്ചൊരു സഹോദരി സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നു. അവർക്ക് ഒത്തിരി കടഭാരം ഉണ്ടായിരുന്നു. കടഭാരത്തിൻ്റെ മേൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ വചനം കേട്ടു. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായ സാമ്പത്തിക വഴികളെ തുറക്കും. ഞാനവിടെ എടുത്തു പറഞ്ഞു, മിറക്കിൾ മണി എന്നൊരു പദം ഞാൻ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ആ മിറക്കിൾ മണി എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അനേകർക്ക് ഇഷ്ടമല്ലാത്തൊരു പദമാണ്. അതായത് അത്ഭുതകരമായ നന്മയുണ്ടാകും. ആ നന്മ പത്രോസ്ലീഹായ്ക്ക് വേണ്ടി കർത്താവ് മീനിൻ്റെ അകത്ത് ഒളിപ്പിച്ചതുപോലെ, ആകാശത്തു നിന്ന് മന്ന കൊഴിച്ചതുപോലെ ഏത് വിധേനയുമാകാം. അപ്പോൾ ആ സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് ആ നന്മ വരാൻ ഇടയായി തീർന്നു. അപ്പോൾ അവർ ആ സഹോദരി ചോദിച്ചു, ബാങ്കിൽ പോയി പലതവണ ചോദിച്ചു, ഇത് എവിടെ നിന്ന് വന്നു, ഇതിൻ്റെ സോഴ്സ് തിരക്കിയിട്ടൊന്നും അവർക്ക് അറിയത്തില്ല. പക്ഷെ അക്കൗണ്ടിൽ പൈസ വന്നു, നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ ആയതുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാമെന്ന്. എത്ര പേര് കോട്ടയത്ത് ഉണ്ടായിരുന്ന ആ സാക്ഷ്യം കേട്ടവർ എത്ര പേരുണ്ടായിരുന്നു ലൈവിൽ? ആ സാക്ഷ്യം കേട്ടവർ? ഞാൻ കേട്ടു ബ്രദറെ, ഞാൻ കേട്ടു. ഞങ്ങൾ കേട്ടു ബ്രദറെ. ആമേൻ. അപ്പൊ ലൈവിൽ കേട്ടവരുണ്ടായിരുന്നു, കോട്ടയത്ത് കേട്ടവർ. അപ്പം അവർ പറഞ്ഞൊരു കാര്യമാണ്, സഹോദരി പറഞ്ഞത്, ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല ഇത് എങ്ങനെ വന്നെന്ന്, പക്ഷെ അക്കൗണ്ടിൽ പണമുണ്ട്. ആ സഹോദരി വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവ് എനിക്ക് നന്മയൊരുക്കും. അപ്പോൾ ഒരാലോചന കേട്ടത് കൊണ്ടല്ലേ, അങ്ങനെ ഒരു സാധ്യത അവർ കേട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ വഴി തുറക്കും. അതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു, കർത്താവേ എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ നന്മ തുറക്കുന്നത്, എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നത് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഒരു ആലോചന വെളിപ്പെട്ട് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കുവാൻ പഠിച്ചപ്പോൾ അവരുടെ കടഭാരങ്ങളെ നീക്കുവാൻ തക്കതായിട്ടുള്ള തുക അവിടെ തുറന്നു വന്നുവെങ്കിൽ, ഓരോ വചനം കേൾക്കുമ്പോഴും ഓരോ ആലോചന കേൾക്കുമ്പോഴും ശ്രദ്ധിച്ചിരിക്കുക. വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കരുത്, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്കറിയാം സങ്കടം വരുന്ന വിഷയങ്ങൾക്കകത്താണ് നമ്മളെല്ലാവരും ഇരിക്കുന്നതെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കർത്താവ് ആലോചനയിൽ മാറാത്തവനാണ്. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന കർത്താവാണ്. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നോണം, കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി തീരും, എൻ്റെ ദൈവത്താൽ ഞാൻ ആ വഴി കാണുക തന്നെ ചെയ്യും, ഞാൻ അത്ഭുതം കാണുക തന്നെ ചെയ്യും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ അത്ഭുതം കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. അത്ഭുതം കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. അത്ഭുതം കാണുക തന്നെ ചെയ്യും. ആമേൻ. അപ്പൊ നമ്മൾ അസാധ്യതകളെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ദൈവത്തിന്റെ സാധ്യതകളെ വിശ്വസിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്ത് പുറത്തു കൊണ്ടുവരണം. വർക്കൗട്ട് ചെയ്ത് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമുക്കൊരു പറമ്പ് ലഭിച്ചു, പറമ്പിൻ്റെ അകത്ത് ഒരു കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കിളച്ചു മറിച്ച് അതിൻ്റെ അകത്ത് വിത്തുകൾ വിതയ്ക്കണം അല്ലേ? വിത്തുകൾ വിതച്ചതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, ആ നിലത്തു നിന്നും നന്മ അനുഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളിൽ ഇരിക്കുന്ന ദൈവവചനത്തെയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തെയും ഉപയോഗിച്ച് നന്മകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള നിയോഗമാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് പകർന്നിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിലെ ഒരു വാക്യമാണ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്.
പരിചിതമായ വാക്യമാണ്. പലതവണ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ചില ചിന്തകൾ ആ വചനവുമായി ബന്ധപ്പെട്ട് ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അവിടെ നോക്കിക്കുക, സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറയുകയാണ്, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പുറത്ത് നിന്ന്, ഇവിടെ മുതൽ ഞാൻ വായിക്കാവേ. അങ്ങനെ പുരുഷാരത്തെ അരികിൽ വിളിച്ചവരോട് കേട്ട് ഗ്രഹിച്ചുകൊള്ളു. യേശു പറയുകയാണ്, പുരുഷാരത്തെ അടുത്ത് വിളിച്ചതിന് ശേഷം കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. പുറത്തുനിന്നും മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുന്നതല്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അവനെ അശുദ്ധമാക്കുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവിടെ മുതൽ വാക്യം നോക്കിയാൽ കാണാൻ പറ്റുന്ന വചനം ഇങ്ങനെയാണ്: പുറത്ത് നിന്നും മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയത്തില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവർ അവനോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിയുന്നുവല്ലോ. ഇവിടെ വചനം പറയുകയാണ്, അകത്തുനിന്ന് ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ചതി, ദുർമോഹം, വിടക്ക് കണ്ണുകൾ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെട്ടു വരുന്നു. അപ്പൊ ഇവിടെ പറയുകയാണ്, ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്നും പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പൊ ബൈബിൾ പറയുന്നു, ഒരു വിശ്വാസി തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നമ്മൾ പലപ്പോഴും വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. അതിന് മുമ്പ് ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ? കർത്താവിനെ അറിയാത്തൊരു കാലഘട്ടമുണ്ട്, കർത്താവിനെ അറിഞ്ഞുള്ളൊരു കാലഘട്ടമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒക്കെയും പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കൊരു വിശ്വാസം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസത്തെ പകർന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം, നമ്മുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ബൈബിൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ വിപരീതമാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അവിടെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരും. പല വിശ്വാസികളോട് ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് ഇടപെടുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൻ്റെ അകത്തൊരു മാറ്റം കാണാതെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അകത്തൊരു ദൈവികമായ നന്മകൾ തുറന്നു വരാതെയോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുഭവിക്കുകയോ കഴിയാതിരിക്കുന്നതിൻ്റെ പിന്നിൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ദൈവം ഒരു സമയം വെച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം വിശ്വസിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം തരാഞ്ഞിട്ടല്ല, ദൈവം ആ വിഷയം ഒരു അത്ഭുതമാക്കുവാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ബൈബിൾ വ്യക്തമായിട്ട് പറയും, ദർശനത്തിൽ ദൈവം അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അതിനായി കാത്തിരിക്കുക, വൈകിയാലും അത് വരും നിശ്ചയമെന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ ദൈവം ഒരു സമയം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. ദൈവം ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ വിശ്വാസത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നന്മകൾ അടഞ്ഞു പോകുന്ന ഒരു മേഖലയുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഒരു മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുന്നില്ല. അപ്പം ഈ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയത്ത്, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന സമയത്ത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പല സാഹചര്യത്തിലൂടെ നിങ്ങൾ വരുന്ന വ്യക്തിയായിരിക്കാം, പല അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയായിക്കോട്ടെ, ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ഭയപ്പെടുന്ന ഒരു സംഭവമാണ്, നമ്മുടെ അയൽവക്കത്ത് ഏതെങ്കിലുമൊക്കെ ഒരു മന്ത്രവാദമോ കൂടോത്രമോ ഒക്കെ ചെയ്യുന്ന ആളുകൾ വന്ന് താമസിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്തു വിശ്വാസത്തിൽ അല്ലാത്തൊരു വ്യക്തി താമസിച്ചാൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിരോധമായിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്, ബ്രദറെ, ഇവർ നിമിത്തം എൻ്റെ നന്മ തടയപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി വന്നതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ചില തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഒരു മന്ത്രവാദം ചെയ്യുന്ന വ്യക്തിയോ കൂടോത്രക്കാരനോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ പല വ്യക്തികൾ അവരുടെ സമീപത്തോ വീടിൻ്റെ അരികത്തോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു തുടങ്ങും, ഈ വ്യക്തി എൻ്റെ നന്മയെ തടയുന്നു. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ ആ ഒറ്റ വാക്ക് പറയുന്നത് നിമിത്തം പിശാച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒറ്റ വാക്കെടുത്ത് നിങ്ങൾക്ക് തന്നെ വിപരീതമാക്കുവാൻ കഴിയും.
ആ ഒറ്റ വാക്കിനെ നിങ്ങൾക്ക് വിപരീതമാക്കുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വേഗത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് നേരെ അതിലേക്കൊന്ന് വരാം. ഈ എന്താണ് നമ്മുടെ അകത്തുനിന്ന് പുറപ്പെടുന്ന മനസ്സിൽ. അപ്പോൾ ആദ്യത്തെ വചനം മറന്നു പോകരുത്. യേശുക്രിസ്തു പറഞ്ഞു, പുറത്തു നിന്ന് വരുന്നത് മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുന്നില്ല. അർത്ഥം പുറത്തു നിന്നൊന്നും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, അശുദ്ധമാക്കത്തില്ല. നിങ്ങളുടെ അകത്തു നിന്നും പുറത്തേക്ക് വരുന്നതാണ്. അവിടെ കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ചതി, ദുർനടപ്പ്, വിടുക്കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത, ഇവ നിമിത്തം പലപ്പോഴും എന്ത് സംഭവിക്കും? നമുക്ക് നെകളങ്ങൾ കയറുമ്പോൾ, അഹങ്കാരം കയറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്ത് സംഭവിക്കാം? നമ്മുടെ ജീവിതത്തിൽ ചില വീഴ്ചകളിലൂടെ നമ്മൾ പോയേക്കാം. അതുകൊണ്ടാണ് താഴ്മ ധരിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആവർത്തന പുസ്തകം നോക്കിക്കുക, ബൈബിൾ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് സിദ്ധിക്കും. നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ 4-ാം വാക്യം പോലെ നമ്മളൊന്ന് വായിക്കാൻ വേണ്ടി പോവാണേ. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും. ആ കാലഘട്ടത്തിൽ മൃഗങ്ങളുടെ ഫലവും കന്നുകാലി എന്നൊക്കെ പറയാൻ കാരണം അന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആട് വളർത്തലും ഫാം ആയിരുന്നു ഏറ്റവും വലിയ ബിസിനസ്. അപ്പം അവിടെ ഫാം ഉള്ള വ്യക്തികളാണ് ഏറ്റവും വലിയ ബിസിനസ്സുകാർ. ഇന്ന് നമ്മൾ പല ബിസിനസ്സുകൾ പറയുമ്പോൾ അന്നത്തെ കാലത്തിൽ ഏറ്റവും വലിയ ബിസിനസ് ആട് വളർത്തലും മൃഗസമ്പത്തുമായിരുന്നു ഏറ്റവും വലിയ ബിസിനസ്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ അനുഗ്രഹത്തെ പറ്റി പറയുമ്പോൾ അബ്രഹാം ആട്, മാട് എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നായി തീർന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ബിസിനസ്സാണ് അതൊക്കെ. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിന്റെ ഗർഭഫലവും കൃഷിഫലവും. അതിൻ്റെ അർത്ഥം എൻ്റെ തലമുറകളും എൻ്റെ കൃഷിഫലവും എൻ്റെ മൃഗസമ്പത്തും എൻ്റെ കന്നുകാലിയുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. അടുത്തത്, നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, അവർ 7 വഴിയായി ഓടിപ്പോകും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, അപ്പോൾ ബ്രദറെ അങ്ങനെയെങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നതിൻ്റെ വിപരീതമല്ലേ? ബൈബിൾ പറയുന്നു, യഹോവ എൻ്റെ കളപ്പുരകളെ അനുഗ്രഹിച്ചിരിക്കുന്നു, എൻ്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പം നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ നമുക്കൊരു ആഭിചാരക്കാരനോ കൂടോത്രം ചെയ്യുന്ന വ്യക്തിയോ ഏതെങ്കിലുമൊക്കെ എതിർക്കുന്ന വ്യക്തിയോ ശത്രുതയുള്ള വ്യക്തിയോ നമുക്ക് ആരോടും വിരോധമില്ല. നമ്മളെല്ലാവരും കർത്താവിന്റെ നാമത്തിൽ സ്നേഹിക്കുന്നവരാണ്. ഇനി അവർക്ക് നിങ്ങളുടെ ശത്രുത തോന്നിന്നിരിക്കട്ടെ, അവർ നിങ്ങൾക്കെതിരെ ഒരാഭിചാരം ചെയ്യുന്നിരിക്കട്ടെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അങ്ങനെ ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ പറയണം, എനിക്കിട്ടത് ഏക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേലിരിക്കുന്നു. പലപ്പോഴും സംഭവിക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഈ വചനത്തെ ഞാൻ വിശ്വസിക്കുമ്പോൾ ഇനി എത്ര വലിയ ആഭിചാരക്കാരനോ, എത്ര വലിയ കൂടോത്രക്കാരനോ, എത്ര വലിയ പ്രശ്നക്കാരനോ, അത് ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, കുടുംബ വിഷയത്തിലായിക്കോട്ടെ, എത്ര വലിയ ശത്രു വന്നാലും ഏക്കത്തില്ല. നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നിടത്തോളം കാലം ഇത് ഏക്കത്തില്ല, ഇതിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പൊ പിശാച് ഒരു തന്ത്രം ഉപയോഗിക്കും. എന്നാ തന്ത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള ഈ അന്തരീക്ഷത്തെ അവൻ മിസ്യൂസ് ചെയ്യും. നമ്മളെ കൊണ്ട് പയ്യെ പറയിപ്പിക്കും. വലിയ കൂടോത്രക്കാരൻ, ഇപ്പൊ 10 പേര് ഇപ്പൊ പറയുകയാണ്, അയാൾ വലിയ കൂടോത്രക്കാരൻ, അയാൾ കൂടോത്രം ചെയ്തിട്ടുണ്ടോ, അതാ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാത്തത്. ഇങ്ങനെ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളൊരു വാക്ക് പറയുകയാണ്, ശരിയാ, അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണാൻ കഴിയാത്തത്. കണ്ടോ, ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ വ്യക്തി ചെയ്തത് നിങ്ങൾക്കിട്ട് ഏറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഉടനെ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ഇത് ആക്റ്റീവാകും. നിങ്ങളത് പറഞ്ഞത് നിമിത്തം, നിങ്ങൾ വിശ്വസിച്ചത് നിമിത്തം നിങ്ങളുടെ മേൽ അത് ആക്റ്റീവാകും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ചെയ്തത് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, എപ്പോഴാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണോ നിങ്ങൾ ഇതെനിക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന നിമിഷം മുതൽ. നിങ്ങൾക്കറിയാവോ, പഴയ നിയമത്തിൽ ഇയ്യോബ് ഒരു വാക്ക് പറയുന്നത്, ഞാൻ എന്തു ഭയപ്പെട്ടോ അതെനിക്ക് ഭവിച്ചു.
എന്താണോ അത് ഞാൻ വിശ്വസിക്കുന്നത് അതെനിക്ക് സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നത് പോലെ തന്നെ എന്താണോ ഞാൻ ഭയപ്പെടുന്നത് അത് സംഭവിച്ചു എന്ന് യോബ് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇനി ഒരു കൂടോത്രക്കാരൻ വന്ന് നിങ്ങളുടെ വീടിന്റെ എതിർവശത്തോ നിങ്ങളുടെ ജോലിക്കെതിരെയോ ബിസിനസ്സിനെതിരെയോ ഇനി തച്ചിനിരുന്നു കൊണ്ട് പുള്ളി ചെയ്താലും നിങ്ങൾ പറയണം, ഞാൻ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, ഞാൻ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കൊട്ടയും മാവ് കുഴയ്ക്കും തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും, എൻ്റെ വയലിൽ ഞാൻ എൻ്റെ ഗർഭഫലവും കൃഷിഫലവും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ അകത്തേക്ക് ഈ വിഷയത്തിന് കയറാൻ കഴിയത്തില്ല, ഈ വിഷയത്തിന് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇവനിനി എത്ര തലകുത്തി മറിഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, ഇത് നിങ്ങളുടെ മേൽ ഫലിക്കത്തില്ല, അത് നിങ്ങളുടെ മേൽ എന്ത് ചെയ്യത്തില്ല, ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നമ്മൾ പോലും അറിയാതെ, ഇപ്പം ഞാൻ പല വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ കുടുക്കിയിട്ടേക്കുന്ന ഒരു മെയിൻ സാധനമാണ് ഈ വിഷയം. അവിടെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യുവാൻ കഴിയും, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും, എങ്ങനെ ഇതിനെ ജയിക്കുവാൻ കഴിയും? ജയിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങൾ ഇതിനെ തിരിച്ചു പറയുവാൻ പഠിക്കണം. നിങ്ങൾ ഇതിനെ വിശ്വാസം കൊണ്ട് അതിനെ ജയിക്കുവാൻ പറയണം. നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? ഞാൻ ഇയ്യോബിന്റെ പുസ്തകത്തിൽ എനിക്ക് വന്ന ബിൻസി സിസ്റ്റർ ആ വാക്യം ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. ഇയ്യോബിന്റെ പുസ്തകത്തിൻ്റെ അകത്ത് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇത് മറന്നു പോകല്ലേ. ഇയ്യോബിന്റെ പുസ്തകം ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം 25-ാമത്തെ വാക്യത്തിൽ അവിടെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. 3-ാം വാക്യം 25 ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ നോക്കി, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടിരിക്കുന്നു, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് എന്ത് ചെയ്തു? നോക്കി, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. അപ്പൊ തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തിക്താനുഭവമായി ചിലത് സംഭവിച്ചപ്പോൾ ഇയ്യോബ് തന്നെ പറയുകയാണ്, ഞാൻ വെറുതെ പേടിച്ചു. എൻ്റെ അർത്ഥം, ദൈവം എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്നല്ല പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ അകത്തൊരു പേടിയുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന്. ഇദ്ദേഹത്തിൻ്റെ അകത്തൊരു ഭയം ഉണ്ടായിരുന്നു, ഇതെല്ലാം എൻ്റെ കൈവന്ന് പോകും. അതുകൊണ്ടാണ് പിശാച് വന്നിട്ട് പറയുന്നൊരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവൻ്റെ ചുറ്റും കർത്താവ് ഒരു വേലി കെട്ടിയിട്ടുണ്ട്, ഈ വേലി മാറ്റിയാൽ എനിക്കിവനെ പിടിക്കാൻ ഒരു സംഭവമുണ്ട്. എന്താ സംഭവം എന്നറിയാവോ? കർത്താവെ, അങ്ങ് ഇവനെ അനുഗ്രഹിക്കുമ്പോഴും ഇവൻ്റെ അകത്തൊരു പേടിയുണ്ട്, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന്. ഇതിവൻ്റെ അകത്ത് കിടക്കുന്നിടത്തോളം കാലം പിശാച് പറയുകയാണ്, എനിക്കിവനെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം മനസ്സിലായോ? ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് ഇത് കയറിക്കൂടാൻ കാരണം ഇയ്യോബ് പറയുകയാണ്, ഞാൻ എന്താണോ പേടിച്ചിരിക്കുന്നത് അത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ എന്താണോ ഭയപ്പെട്ടത് അത് തന്നെ ഭവിച്ചു. അതാണ് പിശാച് വന്നിട്ട് പറയുന്നത്, കർത്താവെ, വേലിയൊന്ന് മാറ്റിത്താ, എനിക്ക് അവനെ പിടിക്കാൻ ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, എനിക്ക് അവനെ ആക്സസ് ചെയ്യുവാൻ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ വിശ്വാസത്തെ എപ്പോഴും ബലപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കച്ചവടം കുറവായിക്കോട്ടെ, ബിസിനസ്സിൽ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? ബിസിനസ്സിൽ കച്ചവടം കുറവാണ്, പെട്ടെന്ന് പിശാച് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടോ, അയാൾ എന്തോ കൂടോത്രം ചെയ്തുകൊണ്ടാണ് നന്മ കിട്ടാത്തത്, കുടുംബത്തിൽ ഒരു സമാധാനമില്ല, കർത്താവിനെ വിളിച്ചിട്ടും സമാധാനമില്ല, സന്തോഷമില്ല. ഉടനെ നമ്മുടെ മനസ്സ് പറയുന്നു, എവിടെയൊക്കെയോ ആരോ എനിക്കിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിൽക്കുന്നത്. അല്ല, ഉടനെ പറഞ്ഞോണം, ഇല്ല, എൻ്റെ കർത്താവ്. നിങ്ങളുടെ വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിച്ചോണം. കർത്താവ് പറഞ്ഞ വാക്ക് മറക്കല്ലേ, നിന്ന് വരുന്നതൊന്നും നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, അശുദ്ധമാക്കത്തില്ല. അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ് നിങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അശുദ്ധമാക്കുവാൻ വേണ്ടി പോകുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പൊ അകത്ത് നിങ്ങൾക്കൊരു നെകളവുണ്ടെങ്കിൽ ആ നെകളവ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അഹങ്കാരം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, തകർക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, ഉള്ളവർക്കോ അവൻ കൃപ കൊടുക്കുന്നു എന്ന് പറയാൻ കാരണം. ആമേൻ. അപ്പൊ ഇവിടെ വചനം നോക്കി, നമ്മൾ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും.
അപ്പൊ എൻ്റെ ജോലിയിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ എല്ലാ മേഖലയിലും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തകർച്ചയല്ല, അനുഗ്രഹമാണ്. എന്നാൽ അതിൻ്റെ വിപരീതമായിട്ട് എൻ്റെ ജീവിതത്തിൽ തുറന്നു വരുന്നതിനെ ഇന്ന് ഞാൻ സ്വീകരിക്കേണ്ട കാര്യമില്ല. സാഹചര്യം നോക്കിയല്ല ഞാൻ വിശ്വസിക്കുന്നത്, ആശയ്ക്ക് വിരോധമായി ഞാൻ ആശയോടെ വിശ്വസിക്കുന്നയാളാണ്. സാഹചര്യം കണ്ടുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നവനല്ല, സാഹചര്യത്തിനെതിരെ വിശ്വസിക്കുന്ന ആളാണ്. നോക്കിയേ, യോബിന് എല്ലാ നന്മയും ദൈവം കൊടുത്തപ്പോഴും യോബിൻ്റെ അകത്തൊരു ഭയമുണ്ടായി, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ? ഒരു കാര്യം ഓർത്തോണം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയാകുന്നു. എന്താണ് ഈ പരിചയം എന്ന് പറഞ്ഞാൽ? പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഷീൽഡാണ് പരിചയം, അല്ലേ? യുദ്ധത്തിന് പോകുന്ന സമയത്ത് വാളുണ്ട്, പരിചയമുണ്ട്. പരിചയം എന്താണ്? വാളുകൊണ്ട് എതിർ ശത്രു വെട്ടിക്കഴിഞ്ഞാൽ അതിനെ തടയുവാനുള്ളതാണ് പരിചയം. അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ നന്മകളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സാക്ഷാൽ ദൈവമാണ്. അപ്പം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, നമ്മളെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വിപരീതമായി വരുന്നതിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് അതിന് ആക്റ്റീവ് ആകുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളാണ് അതിന് ശരിക്കും പറഞ്ഞാൽ ശക്തി കൊടുക്കുന്നത്. നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ശക്തി വരത്തില്ല. അയൽപക്കത്തൊരു കൂടാത്രക്കാരൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അയൽപക്കത്ത് ഏതെങ്കിലും ഒരു ചേട്ടത്തി വന്നിട്ട് പറയാം, ചേട്ടൻ വന്നിട്ട് അതേ അയാൾ വലിയ കൂടോത്രക്കാരൻ, പിന്നെ നമ്മുടെ മനസ്സ് മൊത്തം അയാളെ നോക്കിക്കൊണ്ടിരിക്കും. എന്തേലും പെട്ടെന്ന് സംഭവിച്ചു ഉടനെ പറയാം, അയാൾ എന്തോ എനിക്കിട്ട് ചെയ്തതാണ്, ഇനി ചെയ്തെന്നിരിക്കട്ടെ. ആ വ്യക്തി എന്തെങ്കിലും ചെയ്തെന്നിരിക്കട്ടെ, അയാൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ആഭിചാരം ചെയ്തെന്നിരിക്കട്ടെ. നിങ്ങൾ അതിന് ശക്തി കൊടുക്കരുത്. നിങ്ങൾ ശക്തി കൊടുത്തെങ്കിൽ മാത്രമേ, അതായത് നിങ്ങൾ ഡോറ് തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് അത് പ്രവേശിക്കത്തുള്ളൂ. അങ്ങനെയൊന്നുമല്ല ബ്രദർ പറയുന്നൊന്നുമല്ല കാര്യങ്ങൾ, ഇങ്ങനെയൊന്നുമല്ല സത്യം. ഇത് ചുമ്മാ പറയുന്നതല്ല, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്ന് തിരുത്തി പറഞ്ഞോണം. ഇല്ല, എൻ്റെ യേശു കർത്താവാണ്. ഒരു ശത്രു ഒരു വഴിയായി വരും, അവൻ 7 വഴിയായി ഓടിപ്പോകും. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവൻ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉടനെ കാണാൻ പറ്റും എത്ര ഭയങ്കര വിഷയമാണെങ്കിലും നിങ്ങളുടെ ജീവിതം വിട്ട് മാറിപ്പോകുന്നത് കാണാൻ പറ്റും. നോക്കിയേ, 7ാമത്തെ വാക്യം എൻ്റെ കൂടെ ഇന്ന് ഒരുമിച്ചൊന്ന് കാണാൻ പറ്റുന്നവരൊന്ന്, ഒരുമിച്ചൊന്ന് വായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉറക്കെ ഒന്ന് വായിച്ച സകല വിഷയത്തിൻ്റെ അകത്തുനിന്നും ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ പരിഹാരങ്ങൾ ലഭിക്കാൻ വേണ്ടി ഉറക്കെ ഒന്ന് വായിച്ചേ. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, അവർ 7 വഴിയായി ഓടിപ്പോകും. ഒന്നുകൂടെ പറ, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ആമേൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ശത്രുവിന് ശക്തി കൊടുക്കരുത്. പലപ്പോഴും സംഭവിക്കുന്നത്, ശത്രുവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ആയുധം കൊടുത്തിട്ട് നമ്മൾ അവൻ്റെ നിന്ന് വെട്ടുമേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പലപ്പോഴും വിശ്വാസിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുവിന് ആയുധം കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ. ശത്രുവിന് നിങ്ങൾ ആയുധം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ശത്രു നിങ്ങളെ തിരിച്ചു വെട്ടും. അതായത് യേശു പറഞ്ഞ വാക്ക് മറക്കല്ലേ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് എന്ത് ചെയ്യട്ടെ? ഭവിക്കട്ടെ. ഇത് വലിയൊരു മർമ്മമുള്ള കാര്യമാണ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അത് നിങ്ങളുടെ മേൽ ഭവിക്കും. ഇത് തന്നെയാണ് പിശാചിന്റെ ആയുധം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിനെ മൈൻഡ് ചെയ്യാതെ അതിനെ ഓവർകം ചെയ്യുവാൻ നിങ്ങൾ പഠിക്കുന്നവരാകണം. അതിനെ ജയിക്കുന്നവരായി നിങ്ങൾ മാറണം. അതിനെ തകർക്കുന്നവരായി നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ. എനിക്ക് വന്നത് ആ സഹോദരി ഇട്ടൊരു വാക്യം, ഞാൻ ഒരു നല്ലൊരു വാക്യമാണ് കേട്ടോ. യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം കൂടെ ഞാൻ കേൾപ്പിക്കാം. യെശയ്യാവ് 54-ന്റെ 17-ാം അധ്യായം കൂടെ നോക്കിക്കുക, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് അത് മനസ്സിലാവും. യെശയ്യാവ് 54-ന്റെ 17 വേഗത്തിൽ നോക്കിക്കുകയും അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നോക്കി, നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നോക്കിയേ, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഇത് മറന്നു പോകല്ലേ. എനിക്കെതിരെ എത്ര ആയുധം വന്നാലും, കൂടോത്രമായിക്കോട്ടെ, ആഭിചാരമായിക്കോട്ടെ, ഞാനൊരു വിശ്വാസിയെ പറ്റി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വിശ്വാസിയെ പറ്റി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. അപ്പൊ ബ്രദറെ, പലരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇയ്യോബ് പറഞ്ഞതുപോലെ നിങ്ങൾ ഭയപ്പെടുന്നു.
നിങ്ങളതിനെ ഭയപ്പെടും. ഞാൻ എന്തു ഭയപ്പെടുന്നോ ഞാൻ എന്ത് ഭയപ്പെടുന്നോ അത് എൻ്റെ മേൽ എന്ത് ചെയ്യുന്നു? ഭവിക്കുന്നു. ഞാൻ എന്തിനെയാണോ ഭയപ്പെടുന്നത് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ അതിനെ ഭയപ്പെടരുത്. എന്താണ് ഈ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ, ഒരു കൂടോത്രക്കാരൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ അവർ കാരണം ബ്രദറെ ഞാൻ അനുഗ്രഹിക്കപ്പെടാത്തത്, ഇന്നയാൾ കാരണമാണ് ഞാൻ രക്ഷപ്പെടാത്തത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇല്ലെങ്കിൽ പോലും പിശാച് ആ വാക്കിനെ എടുത്തിട്ട് നിങ്ങൾക്ക് വിരോധമായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കുവാൻ ആരംഭിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, പിശാചിന് ആയുധം കൊടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ആയുധത്തെ തിരിച്ചു മേടിക്കണം. എങ്ങനെ തിരിച്ചു മേടിക്കുന്ന അറിയാവോ? അവനെ നോക്കിയിട്ട് വിളിച്ചു പറയണം, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. എനിക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങൾ അവൻ്റെ കയ്യിൽ നിന്നും ആയുധം മേടിച്ച് വചനമെന്ന ഇരുവായുത്തലയുള്ള വാളുകൊണ്ട് അവനെ തിരിച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെന്ത് സംഭവിക്കുന്നറിയാവോ? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ പറയുന്നല്ലോ, അപ്പോൾ ബ്രദറെ നമ്മുടെ സാഹചര്യത്തെ ചൂഷണം ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നത്തിരിക്കുമ്പോൾ, ഇപ്പം ഞാൻ ആയിക്കോട്ടെ ഒരിക്കൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി കോട്ടയത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്ത്, ഞാൻ ആ സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. അപ്പം ഇടപെട്ട സമയത്ത് ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഒരു മകനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൻ്റെ അകത്ത് ഇടപെട്ട് തലമുറകൾക്ക് അത് പിതാക്കന്മാർ ഒരു പേര് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, അതേ അനുഭവം തന്നെയാണ് മകനും വരുന്നത്. പാരമ്പര്യ ശാപങ്ങളെ ഇന്ന് കർത്താവ് പൊട്ടിച്ചു മാറി. അതായത് വല്യപ്പന്മാരിലൂടെ കടന്നു വന്ന, പേര് വെളിപ്പെട്ട് പറഞ്ഞു, വല്യപ്പന്മാരിലൂടെ കടന്നു വന്ന ചില വിഷയങ്ങൾ തലമുറകളെ പിടിക്കുവാൻ വേണ്ടി നോക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത് വിടുവിക്കുന്നു. അപ്പോൾ സഹോദരി സംശയം ചോദിച്ചു, ബ്രദറെ അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയുണ്ടോ? ഇല്ല. തിരിച്ചാൻ മറുപടി അയച്ചു കൊടുത്തു, പ്രാർത്ഥനയില്ല, വിശ്വസിച്ചാൽ മതി. ഒരു പാരമ്പര്യ ശാപവും എനിക്ക് ഫലിക്കത്തില്ല, ഒരു പാരമ്പര്യ ശക്തിയും എൻ്റെ മേൽ അവകാശമില്ല, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള പ്രഖ്യാപനം ചെയ്തുകൊണ്ടിരിക്കുക. അത് കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും. കണ്ടോ? അപ്പോൾ വചനം എന്ന വാളുകൊണ്ട് അതിനെ വെട്ടുക, വചനം എന്ന വാളുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രതികൂലങ്ങളെ മാറും. പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ല ബ്രദറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും. എന്തോ ഒരു കുഴപ്പം ഉണ്ടല്ലോ ബ്രദറെ, അവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രദറെ, എനിക്കാണ് നിക്കക്കള്ളിയില്ല ബ്രദറെ, ശത്രുവാണ് എന്നെ വളർത്താൻ സമ്മതിക്കുന്നില്ല ബ്രദറെ എന്ന് പറഞ്ഞാൽ വളർത്താൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. പറയണം, എത്ര വളർത്താൻ ശ്രമിച്ചാൽ, എന്നെ തകർക്കാൻ ശ്രമിച്ചാലും എനിക്ക് വിരോധമായി വരുന്ന ഒറ്റ ആയുധവും ഫലിക്കത്തില്ലെന്ന് പറയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മേൽ ഒറ്റ ആയുധങ്ങൾ തൊടാനും കഴിയത്തില്ല. അതൊരു ഷീൽഡ് പോലെ നിങ്ങളെ പൊതിയുവാനിടയായിത്തീരും. ആമേൻ. ശ്രദ്ധിച്ചോണം, കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ ദൈവത്തിൻ്റെ ചെയ്യാൻ. എൻ്റെ കൂടെ ഈ വാക്യം ഒന്ന് പറഞ്ഞു, ഈ 17-ാമത്തെ വാക്യം ഒന്ന് ഉറക്കെ ഒന്ന് വായിച്ചേ. എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ശത്രുവിനെ കർത്താവ് ആമേൻ. അപ്പൊ എനിക്ക് വിരോധമായി വരുന്ന ഒരായുധവും എനിക്ക് ഫലിക്കത്തില്ല, എനിക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല എന്ന് പറയുന്ന നിമിഷം മുതൽ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ മേൽ ഈ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ മേൽ നിങ്ങൾ അവൻ്റേത് ആയുധം തിരിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആഭിചാരക്കാരന്റെ ശക്തി എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വിശ്വാസമാണ്. അവൻ നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ അവന് കിട്ടുന്ന ധൈര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വിശ്വാസമാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി എത്ര കൂടോത്രം നിങ്ങൾക്കെതിരെ ചെയ്തെന്ന് നിങ്ങളത് അറിഞ്ഞാലും നിങ്ങൾ ഉടനെ ചെയ്യണത് എന്നാണെന്നറിയാവോ? നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞ ഉടനെ, അയ്യോ എൻ്റെ കർത്താവ് ഞാൻ ഇനി എന്നാ ചെയ്യും കർത്താവ്, ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറയാതെ ഉടനെ പറയണം, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവൻ ഒരു വഴിയായി വരും, അവൻ 7 വഴിയായി ഓടിപ്പോകും. എൻ്റെ എതിർക്കുന്ന, എനിക്ക് വിരോധമായി വരുന്ന ഒറ്റ ആയുധവും ഫലിക്കത്തില്ല എന്ന് പറഞ്ഞു പഠിക്കണം. അങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? ഇയ്യോബ് പറഞ്ഞതുപോലെ ഭവിക്കത്തില്ല. ഞാൻ എന്തു ഭയപ്പെടുന്നോ അതെനിക്ക് ഭവിക്കത്തില്ല. ഇവിടെ സംഭവിക്കുന്നതെന്നറിയാവോ? നിങ്ങൾ പലപ്പോഴും ഭയപ്പെടുകയാണ്. അതുകൊണ്ടോ ഇയ്യോബിന്റെ പുസ്തകം നോക്കിയേ, അതിൻ്റെ ഈ 3-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു. അപ്പോൾ ഒരു ഉദാഹരണം പറയാണ്,
ആ പുള്ളി എനിക്കിട്ട് ചെയ്തത് കൊണ്ട് എൻ്റെ കച്ചവടം രക്ഷപ്പെടാത്തെന്ന് പേടിച്ചാൽ ആ കച്ചവടം രക്ഷപ്പെടത്തില്ല കേട്ടോ. നോക്കിയേ, ഞാൻ ഭയപ്പെട്ട് തന്നെ ഭവിച്ചു. ഓ, ഞാൻ ഈ കടയെല്ലാം അടച്ചു പൂട്ടി, എൻ്റെ ബിസിനസ് എല്ലാം അടച്ചു പൂട്ടി, എൻ്റെ വീടെല്ലാം വിറ്റ് കളഞ്ഞിട്ട്, എൻ്റെ ജോലി ഞാൻ രാജിവെച്ചിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകുമെന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നതെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. രണ്ട് കാര്യം ഓർത്തോണം. നിങ്ങൾ പേടിച്ചത് തന്നെ നിങ്ങൾക്ക് വരും, ഭയപ്പെട്ടത് തന്നെ ഭവിക്കും. അപ്പോൾ എന്താ ബ്രദറെ ഞാൻ ചെയ്യേണ്ടത്? പേടി മാറ്റി വെച്ചിട്ട് ഈ വചനം പറയണം. എന്നോട് എതിർക്കുന്ന ശത്രുക്കൾ എൻ്റെ മുമ്പിൽ നിന്നോട് ഞാൻ ഓടത്തില്ല, ഞാൻ ഇവിടെ ബലം കായ്ക്കും, ഞാൻ ഇവിടെ ഫലം കായ്ക്കും. അവൻ ഏത് വഴി വന്നോ 7 വഴിയായിട്ട് ഓടിപ്പോകും. യെശാവിൽ പറയുന്നത് പോലെ തന്നെ എനിക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒറ്റ ആയുധം ഫലിക്കത്തില്ല. മർക്കോസിൽ യേശു പറഞ്ഞു, നിങ്ങളുടെ പുറത്തുനിന്ന് വരുന്ന ഒന്നും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, അശുദ്ധമാക്കത്തില്ല. നിങ്ങളുടെ അകത്തുനിന്നും പുറത്തേക്ക് വരുന്നതാണ് നിങ്ങൾ അശുദ്ധമാക്കാൻ വേണ്ടി പോകുന്നത്. കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുശ്ചിന്ത, ചതി, ദുഷ്കർമ്മം, വിടക്കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറത്തേക്ക് വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? അശുദ്ധിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യരുത്? നെകളോ അഹങ്കാരമോ ഒക്കെ മാറ്റിവെച്ചോണം. കൃപയാലാണ് ഞാൻ നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞോണം. ആ കർത്താവിൻ്റെ സാക്ഷ്യമാക്കി ദൈവം നിങ്ങളെ മാറ്റുവാനിട. അപ്പം മറന്നുപോകല്, കർത്താവിനാൽ ഞാൻ സാക്ഷ്യം പ്രാപിക്കുന്ന വ്യക്തിയാണ്, ദൈവത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തിയാണ്, ദൈവത്താൽ ഞാൻ അത്ഭുതം കാണുന്ന വ്യക്തിയാണ്, ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്. മറന്നുപോകല്ലേ, കർത്താവിനാൽ ഞാൻ അത്ഭുതം കാണുക തന്നെ ചെയ്യും. അപ്പം ഇതെനിക്ക് വിരോധമായി കയറാതെ ദൈവത്തിൻ്റെ സാക്ഷിയായി ഞാൻ മാറും. അപ്പോൾ ഇന്ന് മുതൽ പറഞ്ഞോണം, ഇന്ന് മുതൽ നിങ്ങൾക്ക് ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന തെറ്റായ കാഴ്ചപ്പാടുകൾ മാറ്റിവെക്കണം. ഇതാണ് പലരിലും സംഭവിക്കുന്നത്. ഇപ്പം ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബ്രദറെ ഇതുപോലെയുള്ള പലതും വെളിപ്പെട്ട് വരുമല്ലോ. വെളിപ്പെട്ട് വരുമ്പോൾ എന്താ ഇങ്ങനെ വെളിപ്പെട്ട് വരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? അവരിത് വിശ്വസിച്ചത് കൊണ്ടാണ് വെളിപ്പെട്ട് വരുന്നത്. ചിലർ പറയും, ബ്രദറെ വിശ്വാസിക്ക് ഇത് ഫലിക്കുമോ? വിശ്വാസിക്ക് ഇത് ഫലിക്കാൻ കാരണം വിശ്വാസി ഇത് വിശ്വസിച്ചുകൊണ്ട് അകത്ത് കയറ്റി വെച്ചിരിക്കുക. പിന്നെ ഇത് പ്രാർത്ഥിച്ച് പൊട്ടിച്ചു കളയണം. പിന്നെ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കണം, സഹോദരൻ അങ്ങനെയല്ല കേട്ടോ, നീ വിശ്വസിക്കരുത്. ഞാൻ പലരുടെ വീട്ടിലും പല ഭവനത്തിൽ ചെല്ലുമ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ വിശ്വാസികളല്ല, അവർ വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തികളല്ല, മറ്റൊരു വിശ്വാസത്തിൽ പോകുന്ന ആൾക്കാർ. അവരുടെ വീടിൽ നിന്ന് ദൈവാത്മാ ഇടപെട്ടു, 4 അതിരിൻ്റെ മേലും കൊണ്ടുവന്ന് തകിട് കുഴിച്ചു വെച്ചിട്ടുണ്ട്. കൂടോത്രം ചെയ്ത് 4 തകിടിൻ്റെ മേൽ. ഞാൻ ആ വീട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു 4 അതിരിൻ്റെ മേലും ഇതുണ്ട്. അവിടുത്തെ അപ്പച്ചൻ 15 വയസ്സുണ്ട്. അപ്പച്ചൻ അപ്പം തന്നെ തൂമ്പയായിട്ട് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോയി 2 സൈഡ് കുഴിച്ചു, ആഴത്തിൽ കുഴിച്ചു. എന്നാലോചിച്ച് നോക്കിയേ, ആഴത്തിൽ കുഴിച്ച് 2 തകിട് പൊക്കിയിടും. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ബ്രദറെ ഇനി 2 അതിരും കൂടെ ഉണ്ട്, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞു, കുഴിക്കേണ്ട ചായ, കുഴിക്കാൻ വേണ്ടിയോ എടുക്കാൻ വേണ്ടിയോ പറഞ്ഞതല്ല. ഇനി അതവിടെ കിടന്നാലും ഈ കുടുംബം വിശ്വസിക്കണം, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. അത് കുഴിച്ചെടുത്തിട്ട് പരിഹാരം ചെയ്യാൻ വേണ്ടിയല്ല, അതിനി അവിടെ കടന്ന കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഈ കുഴിച്ചിട്ടവൻ തന്നെ അവൻ്റെ ലക്ഷ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുടുംബം തകരണമെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അകത്തിരിക്കുന്നവർ വിളിച്ചു പറയണം, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഈ വാളുകൊണ്ട് അതിനെ അങ്ങോട്ട് വെട്ടുക, അല്ലാതെ പിശാചിന് ആയുധം കൊടുക്കരുത്. പലപ്പോഴും സംഭവിക്കുന്നതെന്നറിയാവോ? നമ്മുടെ കൈവശം ഇരിക്കുന്ന വിശ്വാസം എന്ന വാളെടുത്ത് അവൻ്റെ കൊടുത്തിരിക്കുക. ഭയപ്പെടുകയാണ്, അയ്യോ അയാൾ എനിക്കിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്. അതുകൊണ്ടാണോ നിങ്ങൾ രക്ഷപ്പെടാത്തത്? അല്ല. ഇന്നു മുതൽ ഞാൻ വചനം പറഞ്ഞ് കാണാൻ വേണ്ടി പോവാ. ഇനി 1000 മന്ത്രവാദികൾ എനിക്കെതിരെ കൂടോത്രം ചെയ്താലും ഞാൻ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. നിങ്ങളുടെ വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കുക. വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിച്ച് വചനം എന്ന വാളുകൊണ്ട് വെട്ടി നീക്കുക. ദൈവത്താൽ അത് സാക്ഷ്യമായി തീരും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപ ഇന്ന് ആ മനസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറിപ്പോവട്ടെ, ഭയങ്ങൾ മാറിപ്പോവട്ടെ, ഭാരങ്ങൾ മാറിപ്പോവട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇത് ദൈവത്താലുള്ള എൻ്റെ സമയമാണ്, ഇത് ദൈവത്താലുള്ള എൻ്റെ സമയമാണ്, ഇത് ദൈവത്താലുള്ള എൻ്റെ സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ അപ്പ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കുടുംബത്തിൻ്റെ മേൽ ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, കുടുംബത്തിൻ്റെ മേൽ ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ഒരു സീന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയും സീനയുടെ മൂത്ത മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും കർത്താവിനോട് പറയുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. സീനയുടെ മൂത്ത മകളെ കർത്താവ് സ്പർശിക്കുകയും ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനം ഏറ്റെടുത്താട്ടെ. ഇൻ ദ നെയിം ഓഫ് ബ്രദറെ ജീസസ്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ എന്റെ മോളാ സീന, അവക്കൊരു മോളുണ്ട് മൂത്തത്. മൂത്ത മോളാണ്. കർത്താവ് ഏറ്റെടുത്തോടെ ഇന്ന് വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പോവുക. കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ അങ്ങയുടെ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തിൻ്റെ അകത്തേക്ക് ഒരു ചുറ്റുമതിലുള്ള ഒരു ഭവനമാണ്. ചുറ്റുമതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പുറകുവശത്തേക്ക് അതിന് മതിലില്ല, മുൻവശത്ത് മാത്രം, അതായത് ഒരു കവർ ചെയ്ത് നിൽക്കുന്നത് പോലെ. ആ മതിൽ ബാക്കിലോട്ട് അതിന് മതിലുകളില്ല, അതിൻ്റെ മുൻവശത്ത് ഇങ്ങനെ മതിലുകൾ വിരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ് കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിൻ്റെ പെയിൻറ്റുകളൊക്കെ മങ്ങിയിരിക്കുന്നു. അതിൻ്റെ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഭാഗം ആ വീടിൻ്റെ അകത്തുണ്ട്. ഞാൻ ആ വീട്ടിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ഇങ്ങനൊരു വാക്ക് പറയുന്നു, ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറകൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു. ആ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഉണ്ടാകുകയും യേശുവിൻ്റെ നാമം കയറി വരുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ഡോറിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ചിത്രം വെച്ചിട്ടുണ്ട് ആ വീടിൻ്റെ. അങ്ങനെ ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. യേശുവിൻ്റെ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്ത്, പറയാനുള്ളവർ മാത്രം മൈക്ക് മ്യൂട്ട് മാറ്റിയാൽ മതി. ബാക്കി എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നാൽ മതി. കർത്താവ് ഇന്ന് സഹോദരൻ്റെ വീടാണ്, സഹോദരന്റെ ഭവനമാണോ അത്? ഹലോ സഹോദര, ഈ പറഞ്ഞ ആലോചന സഹോദരനോട്ട് ബന്ധപ്പെട്ടതാണോ? ഞങ്ങളുടെ വീടൊക്കെ ഭയങ്കര ഭാരപ്പെട്ടൊക്കെ ആയിരുന്നു. കേട്ടില്ല സഹോദര. ഞങ്ങളുടെ വീടൊക്കെ ഭാരപ്പെട്ടായിരുന്നു, കടഭാരം. സഹോദര, ഈ പറഞ്ഞ അടയാളം സഹോദരന്റെ ഭവനമായിട്ട് ബന്ധപ്പെട്ടതാണോ? അതെ. ഏറ്റെടുത്തു. ഇന്ന് കർത്താവ് ഇന്ന് അതിൻ്റെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ വ്യത്യാസം ഇന്നവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാനൊരു മറ്റൊരു വ്യക്തിയെ കർത്താവിനോട് 3.5 വർഷം മുമ്പ് ഒരു സ്ഥലം മേടിച്ചിട്ട്, ആ ഒരു സ്ഥലം 3.5 വർഷം മുമ്പാണ് ആ സ്ഥലം മേടിച്ചത്. ആ സ്ഥലം മേടിച്ചതിന് ശേഷം ഈ ഒരു സമയങ്ങളിൽ ആ സ്ഥലം വിൽക്കേണ്ട ഒരവസ്ഥ വന്നു. ആ സ്ഥലം മേടിച്ച സമയം മുതൽ ഈ ഒരു സമയം വരെയും, അത് വിറ്റ് കഴിഞ്ഞിട്ട് പോലും, അത് മേടിച്ച കാലം മുതൽ ഈ ഒരു സമയം വരെയും ഒത്തിരി പ്രശ്നങ്ങളുടെ കടന്നുപോയി. സാമ്പത്തികം മാത്രമല്ല, സമാധാനം പോലും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ആ ഒരു വസ്തു സംബന്ധമായ ഒരു പ്രശ്നത്തിലൂടെ കടന്നുപോയി. അത് മേടിച്ച കാലം മുതൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ച ഒരു ഭവനത്തെ കർത്താവ് ഇന്ന് എടുത്തു പറഞ്ഞ് കാണിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എവിടെയാണോ നഷ്ടപ്പെട്ട സമാധാനം, എവിടെയാണോ നഷ്ടപ്പെട്ട നന്മകൾ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു, അത് മടങ്ങി വരട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവികമായ നന്മകളെ കുടുംബത്തിൽ കയറട്ടെ. പറയാൻ വേണ്ടി അല്ലെങ്കിൽ മ്യൂട്ട് മാറ്റിയെങ്കിൽ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ അത്ഭുതകരമായ വ്യത്യാസം ഇന്ന് അവിടെ സംഭവിക്കട്ടെ. പറഞ്ഞു ബ്രദറെ, ഞാൻ ഏറ്റെടുക്കുന്ന ഞങ്ങളുടെയും വസ്തുവാണ്. ഞാൻ ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാബു എന്ന് പേരുള്ള ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടോ? ഈ ഇപ്പൊ പറഞ്ഞ ആളുമായിട്ട് ബന്ധപ്പെട്ട്, ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഈ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇവിടെ സൗണ്ട് എനിക്ക് ഇടാകുന്നില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ നാമത്തിൽ എന്ന് സ്തുതിക്കുന്നപ്പ.
അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവിനെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭവനത്തിൽ ഒരമ്മച്ചിയുടെ മരിച്ചുപോയ ഒരമ്മച്ചിയുടെ ഫോട്ടോ ആ ഒരു ഭവനത്തിലേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 2007 മരണപ്പെട്ട ഒരമ്മച്ചിയുടെ ഫോട്ടോയാണ് ആ ഭവനത്തിൽ കാണുന്നത്. ആ ഭവനത്തെ കർത്താവ് ഇങ്ങനെ എടുത്തു കാണിക്കുകയാണ്. നിങ്ങൾ ആ ഭവനത്തെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യുകയാണ്. 2007 മരണപ്പെട്ട ഒരമ്മച്ചിയുടെ ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ ഒരു ഭവനത്തിൽ ഇരിക്കുന്ന ഒരു വീടിനെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വസ്തുവിൻ്റെ മേൽ വ്യാപരിക്കുന്ന സകല വിധമാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല വിധമാകുന്ന വിഷയങ്ങളും ഇപ്പോൾ തന്നെ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. കർത്താവിൻ്റെ വലിയൊരു സമാധാനം ഇന്ന് ആ കുടുംബത്തിന് മേൽ തുറന്നു വരുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനവുമായി ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. കർത്താവിൻ്റെ വലിയൊരു സമാധാനം ഇപ്പോൾ തന്നെ കുടുംബത്തിന് മേൽ തുറന്നു വരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഞാനത് ബ്ലസ് ചെയ്യുന്നപ്പോൾ പുതുവഴികൾ തുറന്നു വരട്ടെ. ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ. സകല നന്മകളും ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവാത്മാവ് സകലത്തെയും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവെ ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് എന്നെ സഹായിക്കുന്നല്ലോ. ദൈവാത്മാവിന് സകലത്തിലും വിടുവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം എന്നോട് വെളിപ്പെടുത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ സൈന്യത്താലല്ല, ശക്തിയാലല്ല, സകല വിഷയത്തിന് മേൽ കർത്താവിൻ്റെ നാമ മഹത്വം ഇന്ന് വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 22 വർഷമായിട്ട് എൻ്റെ ഒരു വസ്തു വിൽക്കാനുണ്ടായിരുന്നു. 22 വർഷമായിട്ട് അതിങ്ങനെ കിടക്കുവാണ്. എൻ്റെ പേര് ജെറോഷൻ എന്നാണ്, തൊടുപുഴ. 2 ഏക്കർ വസ്തുവാണ്. 22 വർഷമായത് വിൽക്കാൻ അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. എല്ലാവരും മയക്കി മ്യൂട്ട്. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞ കർത്താവിൻ്റെ ആലോചനകളെ നമ്മുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് തുറക്കുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളോ നിങ്ങൾ മ്യൂട്ട് മാറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തിലേക്ക് നമ്മൾ തെന്നിപ്പൊക്കൊണ്ടിരിക്കും. കർത്താവിൻ്റെ ആലോചനകനത്തോടൊക്കെ ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ ആലോചന, ഞാൻ എപ്പോഴും പറയാം, ആലോചനയ്ക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി ഇതിരിപ്പുണ്ട്. ഹലോ ബ്രദറെ, ഹലോ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ എല്ലാവരും ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നാട്ടെ. ഈ സമയത്ത് എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഷെയർ ചെയ്യാതെ നിങ്ങൾ ഈ നിമിഷം കർത്താവിൻ്റെ ആലോചനകൾക്കായിട്ട് ശ്രദ്ധിച്ചാട്ടെ. യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ മൈക്ക് മൊത്തം മ്യൂട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണ്ട ആലോചനകൾ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അടയാളങ്ങളുണ്ടെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ളതാണ്. ഇതിനുശേഷം എല്ലാ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. സെപ്പറേറ്റ് ഒരു വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമുക്ക് ഇത്രയും ആളുകളുള്ളതുകൊണ്ട് പറ്റത്തില്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയം അതിൻ്റെ അകത്തുണ്ട്. കർത്താവ് ഇന്ന് അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യും, അത്ഭുത സാക്ഷിയാ മാറ്റുക തന്നെ ചെയ്യും. നന്ദി കർത്താവേ,
നന്ദി കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ ഒരു ഷാർലെറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുള്ള ഭവനത്തെ കർത്താവ് എന്ന് സ്പർശിക്കുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു നന്മയുടെ വാതിലിനെ ആർക്കോ വേണ്ടി ഷാർലെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഡോള്, ഒരു പാവയെ ഞാൻ കാണുവാണ്. ഈ ഒരു വെള്ള നിറത്തിലുള്ള ഒരു പൂച്ചക്കുട്ടിയുടെ പാവ ഒരു ഷെൽഫിൽ ഇരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു. ആ ഭവനത്തിലുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടത്, അതായത് ആ ഭവനത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു കസിനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ലിസി എന്ന് പേരുള്ള ഒരു കസിൻ ആ ഭവനത്തിലുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവർ രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ആ വ്യക്തി ഈ ഭവനത്തിലേക്ക് കയറി വരികയും ആ വ്യക്തി വരുന്ന ദിവസം ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. അന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നു. ആ വ്യക്തി സൂമിലായിക്കോട്ടെ, ലൈവിലായിട്ട് എന്നെ കാണുന്നതെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആലോചന ഏറ്റെടുത്താട്ടെ. ഈ പറയുന്ന വ്യക്തി ഭവനത്തിലേക്ക് വരുന്ന നിമിഷം മുതൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയൊരു ദൈവപ്രവൃത്തിയെ തുടങ്ങുമെന്ന് അതൊരു അടയാളമായിട്ട് കർത്താവ് കാണിക്കുന്നത്. വ്യക്തി അനുഗ്രഹമല്ല, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് ഇന്ന് വഴി തുറക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവിക നന്മ തുറന്നു വരട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി സംസാരിച്ചാൽ മതി. അല്ലാത്തവരൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ മതി, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പരിശുദ്ധാത്മാ എന്റെ പേര് സിനിമ ദുബൈ വിളിച്ചതായിരുന്നു. പറഞ്ഞു വേറെ. എനിക്ക് ഫിക്സിന്റെ അസുഖമുണ്ട്. പക്ഷെ ഫിക്സിന്റെ അസുഖം കുറഞ്ഞിട്ട് ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ കിടന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ബദറെ, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റുക തന്നെ ചെയ്യും. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു, അങ്ങയുടെ തിരുമുറിവിനാൽ അത്ഭുതം സംഭവിച്ചു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവെ, നിങ്ങളിനി മുന്നോട്ട് ഞാൻ പറയുകയാണ്, പുതുതായിട്ട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രവചനത്തിൻ്റെ ആലോചനയോടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടയിൽ സംസാരിക്കരുത്, നിങ്ങളിടയിൽ അത് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കരുത്. നിങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ആലോചന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതിൻ്റെ അകത്ത് നിങ്ങളുടെ അകത്ത് വേണ്ടിയുള്ള നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത പല ആലോചനകളുമുണ്ട്. നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കർത്താവ് ഇടപെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം പ്രാർത്ഥനയിൽ ഇരിക്കാൻ വേണ്ടി. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച് ഇന്ന് യേശു സ്വന്തമായിട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുതമുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനാൽ സാക്ഷ്യം പ്രാപിക്കും, ദൈവത്താൽ ഞാൻ അത്ഭുതം കാണും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ രോഗത്തെ യേശു വഹിച്ചതാണ്, എൻ്റെ വേദനകളെ യേശു ചുമന്നതാണ്, അങ്ങയുടെ തിരുമുറിവിനാൽ ഇന്ന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അതിരുകൾ വിസ്താരമാകട്ടെ, നന്മകൾ തുറക്കട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ. അതോടൊപ്പം തന്നെ കർത്താവിനൊരു വാക്ക് പറയുന്നു. ഞാനൊരു ആൻ്റണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഭവനത്തിലോട്ട് ഇങ്ങനെ കയറി വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ വ്യക്തി കയറി വരുന്ന ഈ ആൻ്റണി കയറി വരുന്ന ഭവനത്തിലോട്ട് ഒരു വൈറ്റ് കളറിലെ കാറ് ഈ ഭവനത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തി വരുന്ന ഭവനത്തിൻ്റെ അകത്ത് ഈ വൈറ്റ് കളറിൽ ഒരു കാറ് കിടക്കുന്ന ഒരു കാഴ്ചയും കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി. ഹലോ, പറഞ്ഞു വേറെ. എന്റെ വീട്ടിൽ എന്റെ അമ്മ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഒരു കാർ വരുമെന്ന് പറഞ്ഞാൽ അതിനെ അമ്മ പ്രാർത്ഥിച്ചു. അത് വരുമെന്ന് എന്റെ മനസ്സിൽ എല്ലാം ഉണ്ട്. വേറെ എന്റെ ശരീരത്തിലുണ്ട്.
തീർച്ചയായിട്ടും ബ്രദറെ, കർത്താവ് ഇന്ന് അതിന്റെ മേൽ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. യേശുവെ നന്ദി കർത്താവെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കർത്താവിന്റെ സകല വിഷയത്തിന് മേൽ അത്ഭുതകരമായ വ്യത്യാസത്തെ കർത്താവ് ചെയ്യുന്നല്ലോ, അത്ഭുതകരമായ വ്യത്യാസത്തെ കർത്താവ് ചെയ്യുന്നല്ലോ. ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഞെരുക്കത്തിന്റെ അകത്തോ കടഭാരത്തിന്റെ അകത്തോ രോഗത്തിന്റെ അകത്തോ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന സമയമാണ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങനെ അത്ഭുതകരമായ വ്യത്യാസം ആ വ്യക്തിയുടെ മേൽ വെളിപ്പെടട്ടെ. അത്ഭുതകരമായ വ്യത്യാസം എന്ന് ആ വ്യക്തിയുടെ മേൽ വെളിപ്പെടട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ തുറക്കട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈ നിമിഷം വേദനകൾ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തു നമ്മുടെ രോഗത്തെ വഹിച്ചതാണ്, വേദനകളെ വഹിച്ചതാണ്. കർത്താവിൻ്റെ മുറിവിനാൽ അത്ഭുതം വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ കൽപ്പിച്ചാക്കുന്നപ്പോൾ അത്ഭുതം നടക്കട്ടെ. വിഷയങ്ങളുടെ മേൽ വിടുതൽ സംഭവിക്കട്ടെ. എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ദുരിതങ്ങളും സൗഖ്യമാകട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പോൾ പുതുവഴികൾ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പോൾ ഈ നിമിഷം തന്നെ കൽപ്പിച്ചാക്കുന്നപ്പോൾ കർത്താവെ അങ്ങ് തൊട്ട് വിടുവിക്കുന്ന ഞങ്ങളുടെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തിക്ക് സ്തുതിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ അങ്ങ് തൊട്ട് വിടുവിക്കുന്ന കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ എല്ലാവരും ചുരുക്കം വാക്കുകൾ നിങ്ങൾക്ക് പറയും. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ അതിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞു. അത് വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് നമ്മൾ എല്ലാ ദിവസവും നാളെയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ ഇന്ത്യൻ സമയം 9 മണി മുതലാണ്. സൗണ്ടുകളെ കുറച്ച് ക്രമീകരിച്ച് വേണം അന്യഭാഷ പറയാൻ വേണ്ടി. വചനങ്ങൾ ഏറ്റു പറയാം. നമുക്ക് ഒരുമിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോ എന്റെ കാലിന്റെ മുട്ടിന്റെ ചിരട്ട തെന്നിയായിരുന്നു. അപ്പോൾ ഇവിടെ ആരും ഇല്ല, രണ്ട് സൈഡിലേയും കതവ് ലോക്കായിരുന്നു. ഞാൻ കിടന്നേ ചെണ്ണീറ്റതാ. അപ്പൊ ഞാൻ രണ്ട് കൈയും കൊണ്ട് കാലിൽ മുട്ട കൈവച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ തിരുമുഴുവിനാൽ സൗഖ്യമുണ്ട്, ആരോഗ്യമുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നന്ദി പറഞ്ഞു. ഒരു 5 മിനിറ്റിനകം തന്നെ ആ മുട്ടിന് ഒരു ശബ്ദം കേട്ട് നേരെയായി. ഇപ്പോഴെനിക്ക് എണ്ണീക്കാൻ പേടിയുണ്ടായിരുന്നു. അപ്പൊ ആരോ പറയുന്ന പോലെ തോന്നുന്നു, ധൈര്യമായിട്ട് എണ്ണീക്കുന്നത്. ഞാൻ പെട്ടെന്ന് എണ്ണീറ്റു കഴിഞ്ഞപ്പോ എനിക്ക് വേദനയില്ല, ഒരു കുഴപ്പമില്ല. മുട്ട് തന്നെ ശരിയായി, ഒട്ടും വേദനയില്ല. ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ് കേട്ടത്. നിസ്സാര കാര്യമല്ല. പ്രീസ് പറഞ്ഞത് തന്നെ മുട്ടിന്റെ ചിരട്ട തെന്നിപ്പോയി. അസഹ്യമായ വേദനയായിരുന്നു. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് അപ്പം തന്നെ എന്ത് ചെയ്തു? ആ സഹോദരിയുടെ വേദന മാറി. അപ്പം തന്നെ അത് നിങ്ങൾക്കറിയാം, അതൊക്കെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാകുന്നതാണ്. പക്ഷെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കി. ദൈവം അത്ഭുതം ചെയ്ത് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 2007 പിന്നെ മരിച്ചുപോയ അമ്മച്ചിയുടെ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്ന വീടെന്ന് പറഞ്ഞ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നത്. ബ്രദറിന്റെ വീടാണത്? അതെ ബ്രദറെ, ഞങ്ങൾക്കൊരു സ്ഥലത്തിന്റെ വിഷയം, ഞങ്ങളുടെ കുടുംബസ്വത്വമായിട്ടുള്ള സ്ഥലത്തിന്റെ വിഷയം ക്ലിയർ ആയിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അത് അത്ഭുതമാകാൻ വേണ്ടി ഈ കാര്യം വല്ലോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ബ്രദറെ? ഇല്ല ബ്രദറെ. വലിയ സാക്ഷ്യമാകട്ടെ. അത് ഏറ്റെടുത്തോട്ടെ. അതുമായിട്ട് ഇതേ ആലോചന മറ്റാരോട് ഏറ്റെടുത്തോണം. ഇത് 2000 കർത്താവിന് ഒരു അടയാളം കാണിച്ചത് കേട്ടോ. വലിയൊരു അത്ഭുതം നടക്കാൻ വേണ്ടി പോവാണ്. ദൈവം തൊട്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ബ്രദർ. പറഞ്ഞു ഒരു മിനിറ്റ് 26-ാം തീയതി ഞാൻ നേരത്തെ ഒരു മീറ്റിംഗ് ആയിരുന്നു. 26-ാം തീയതി ബുധനാഴ്ച മിനിഞ്ഞാന്നാണ് കേട്ടത്. അപ്പൊ അതില് ചിന്നു എന്ന് വിളിപ്പേരുള്ളൊരു ഒരു ആളുടെ പേര് പറഞ്ഞായിരുന്നു. എന്റെ മോന്റെ പേര് ജിജിൻ എന്നാണ്. പക്ഷെ അവന് വിളിക്കുന്നത് മുഴുവനും എല്ലാവരും അറിയുന്നത് ചിന്നു എന്നാണ്. എന്റെ മോന്റെ പേരാണത്. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ശകുന്തള സിസ്റ്റർ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി നല്ല മ്യൂട്ട് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഇവിടെ ഓൾ മ്യൂട്ട് ചെയ്തേക്കുവാണ്. പറഞ്ഞു. പറഞ്ഞു. സാക്ഷ്യം പറയാണ്ട് ബ്രദറെ. പറഞ്ഞു. അതെ, അന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ തൃശ്ശൂര് മീറ്റിങ്ങിന് ബ്രദർ വന്നായിരുന്നില്ലേ?
അന്ന് ഞങ്ങൾക്കൊരു ആലോചന കിട്ടിയായിരുന്നു. അടുക്കളയിന്ന് ഇറങ്ങി വരുമ്പോ ലെഫ്റ്റ് സൈഡില് ഊണുമേശ അതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്റെ ചെറിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനയിൽ ഇരിക്കായിരുന്നു ഞങ്ങള്. അപ്പൊ അന്ന് ബ്രദറിന് പ്രാർത്ഥിച്ചപ്പോ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോൾക്ക് വയറുവേദനയായിരുന്നു. അത് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് പിന്നെ ഈ നേരം വരെ മോൾക്ക് പിന്നെ വയറുവേദന ഉണ്ടായിട്ടില്ല. അവൾക്ക് ദൈവം സൗഖ്യം കൊടുത്തു. ആ സാക്ഷ്യം പറയണം. അപ്പൊ അവളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാക്ഷ്യം പറയണം, നേരിട്ട് സാക്ഷ്യം പറയണം. പക്ഷെ അവൾക്ക് പറ്റുന്നില്ല. അവർക്ക് മീറ്റിങ്ങിന് കൂടാൻ പറ്റുന്നില്ല. അപ്പൊ ആ സാക്ഷ്യം ഞാൻ പറയാണ്. പിന്നെ മോൾക്ക് USSന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അതിലും അവള് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അത് എന്നോട് തന്നെ പറയാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് ആമേൻ. സാക്ഷ്യം. തീർച്ചയായിട്ടും എന്ന് പ്രിയസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ദൈവ ആലോചനയോടെ രോഗങ്ങൾ മാറാതിരിക്കുമായിരുന്നു, വേദന സൗഖ്യമാകാതിരിക്കുമായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് അവരുടെ ഭവനത്തിന്റെ അടയാളത്തെ വെളിപ്പെടുത്തി ആ മകളെ കർത്താവ് സ്പർശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ വേദന സൗഖ്യമായി. കർത്താവ് ആലോചനയിലൂടെ കർത്താവ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ, ഷോക്കേസിൽ ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ ഷോക്കേസില്ല ബ്രദർ. ഏറ്റെടുത്ത് സിസ്റ്റർ, കർത്താവ് അത് നിങ്ങളെ ഓരോ അടയാളം കർത്താവ് കാണിക്കുമ്പോൾ നമ്മുടെ ഭവനത്തെ കർത്താവ് ലൊക്കേറ്റ് ചെയ്യുകയാണ്. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകാൻ വേണ്ടി പോവാണ്, സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി പോവാ കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ബ്രദറെ, പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ കൊല്ലത്ത് ആരാധനയ്ക്ക് വേണ്ടി വന്നിരുന്നു പാസ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന്. അപ്പോഴും ബ്രദർ പറഞ്ഞു കുഴപ്പമില്ല വരാൻ പറഞ്ഞു. ഞങ്ങള് 5 പേര് വന്നിരുന്നു കേട്ടാ ബ്രദറെ. എന്നിട്ട് അവിടെ നിന്ന് എന്റെ കണ്ണിന്റെ പ്രശ്നമായിട്ടാണ് വന്നത്. ഒരു കണ്ണിന് മൊത്തം കാഴ്ചയില്ലെന്ന് പറഞ്ഞ് ഞാൻ 23-ാം തീയതി ഒരു ആരാധനയില് ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് നിന്നപ്പോഴേ ഈ സ്റ്റേജിന്റെ ആരാധിക്കുന്ന അവരുടെ മുകളിലായിട്ട് ഒരു വെളിച്ചം ഞാൻ കണ്ടു ബ്രദറെ. ആ വെളിച്ചം ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചാടിച്ചാടി കണ്ട് എന്റെ മുകളിലേക്ക് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കണ്ണീര് തുടച്ചതുപോലെ എനിക്ക് തോന്നി. 8 മാസമായി എന്റെ ലോൺ കിട്ടാതെ ഇരുന്ന് ആ ലോൺ തന്നെ ഇപ്പൊ അവിടെ പോയെന്ന് ബ്രദർ പറഞ്ഞ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് കർത്താവ് അത് എനിക്ക് ആ ലോണും എനിക്ക് ശരിയായി കിട്ടി. നന്ദി പറയുന്നു ദൈവത്തിന്. ഈ സാക്ഷ്യമാണ് ആന്റിക്ക് വേണ്ടി ചെയ്തത്. ലോണിന്റെ കാര്യമാണോ? ക്ലിയർ ആയില്ല. ലോണിന്റെ കാര്യം ചെയ്ത് എനിക്ക് കണ്ണിന് മാറ്റമുണ്ട്. കണ്ണിനിപ്പോ മാറ്റമുണ്ട്, കാഴ്ച ഇല്ലാത്തായിരുന്നു. നല്ല മാറ്റമുണ്ട് ബ്രദറെ. അതായത് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതായിരുന്നു അല്ലേ? ഒരു കണ്ണിനും കാഴ്ചയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ ആ കണ്ണിന് വ്യത്യാസമുണ്ട്. ഒരു കണ്ണിന് ഇങ്ങനെ പ്രഷർ കൂടി നിൽക്കുന്ന വ്യത്യാസമുണ്ട്. അവിടെ വന്നപ്പോഴത്തേക്ക് കണ്ണില് കൈവച്ച് പറഞ്ഞ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു ദൈവം. ഞാൻ ഓർക്കുന്നുണ്ട്, പ്രിയ ആന്റി പറഞ്ഞതാണ്, ഒരു കണ്ണിന് കാഴ്ചയുണ്ട്, മറു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്, അത് പ്രഷർ വന്ന് ബുദ്ധിമുട്ടായി പോയതാണ്. പക്ഷെ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് കുറവ് കൊടുത്ത് മറ്റൊരു ആലോചന ദൈവം വെളിപ്പെട്ടായിരുന്നു. ആ കടഭാരത്തിന്റെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്നു. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കണ്ണിന് ഇപ്പൊ വ്യത്യാസം വന്നു, കാണാൻ കഴിയുന്നുണ്ട്. സാമ്പത്തികമായിട്ടൊരു വ്യത്യാസം കർത്താവ് കൊടുത്തു. സിസ്റ്റർ ഇനിയും കൈവച്ചോണം, അത് പൂർണ്ണ അത്ഭുതം അവിടെ കാണുക തന്നെ ചെയ്യും. അടഞ്ഞുപോയ കണ്ണിനെ തുറക്കുവാൻ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ ഇനിയും കർത്താവ് ശക്തമായിട്ട് അത്ഭുതങ്ങളെ ചെയ്യും. അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ബ്രദറെ. ഒരു സെക്കൻഡ്. നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയിൽ വെക്കണം ബ്രദറെ. തീർച്ചയായിട്ടും നമ്മൾ ഇനിയും തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത് വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോ ജില്ലയിലും നമ്മൾ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ജില്ലയിലുള്ളവർ കൂടുക. അതിനുള്ള ക്രമീകരണങ്ങളെ നമുക്കിനി ഗ്രൂപ്പുകൾ ഇങ്ങനെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഒത്തിരി ഗ്രൂപ്പുകൾ നമുക്കായി. അപ്പോൾ നിങ്ങൾ കൂടുക. വരും ദിവസങ്ങളിൽ ഞാൻ ചോദിക്കുന്നതായിരിക്കും. നമുക്ക് ഓരോ പട്ടണത്തിലും പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഒത്തിരി വലിയ സൗഖ്യങ്ങൾ, വലിയ ദൈവപ്രവൃത്തികൾ, വലിയ കാര്യങ്ങൾ, വലിയ പ്രവചന ആലോചനകളെ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കും. ഒരുമിച്ച് കൂടാം. കർത്താവ് അതിൻ്റെ മേൽ സാക്ഷിയാക്കാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്.
പറഞ്ഞു. ബ്രദറെ ഷാർലറ്റ് എന്ന് പറഞ്ഞ ദൈവാലോചന ഒരു മിനിറ്റ്. പറഞ്ഞത് ബ്രദറെ ഇപ്പൊ വന്ന എന്റെ ചേച്ചി ഇന്ന് ഉച്ചയ്ക്ക് ബ്രദറെ 1 മണിക്ക് ഷാർലറ്റ് എന്ന് ശേഷം പറഞ്ഞ ദൈവാലോചന പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു. വണ്ടിമേന്ന് ഷാർലറ്റ് തെറിച്ച് വീണ് ബ്രദർ കൈവച്ച് പ്രാർത്ഥിക്കാൻ അത് പറഞ്ഞ സമയത്ത് ആള് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പൊ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വീണതാണ്, വണ്ടിമേന്ന് തെറിച്ച് വീണതാണ്. അപ്പൊ അവിടെ ടെസ്റ്റുകൾ നടത്തിയ സമയത്ത് പറഞ്ഞത് ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യണം, നാളെ രാവിലെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ബ്രദർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ കൈവച്ച് ഇവിടെ വീട്ടിലിരുന്ന്, എറണാകുളം ജില്ലയിലാണ് ഞാൻ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഷൈലയെ അപ്പൊ കൂടെ നിന്ന് പ്രവർത്തിച്ച് ക്യാൻസൽ ചെയ്യുന്ന കർത്താവ്, ഓപ്പറേഷൻ കത്തി വെക്കാതെ കർത്താവിന്റെ കാര്യം അവിടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ റിസൾട്ട് വന്നേക്കണത് ഓപ്പറേഷൻ വേണ്ട, 2 ദിവസം റെസ്റ്റ് എടുത്ത് ബ്ലഡ് കോട്ടായി കിടക്കണെന്നാണ് ആദ്യം പറഞ്ഞത്. സ്കാനുകളും എല്ലാ ടെസ്റ്റുകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ച് ഇപ്പൊ ആ മകള് കണ്ണും തുറന്നു. ആമേൻ. ഇത് വലിയൊരു അത്ഭുതമാണ്. ക്രിസ്തു പറഞ്ഞ ഡോക്ടർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തതാണ്, സർജറി വേണമെന്ന്, ബ്ലഡ് ക്ലോട്ടായി നിമിത്തം സർജറി വേണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ പ്രിയമക്കൾ പ്രാർത്ഥിച്ചു, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പേര് പറഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു. ഡോക്ടർ തന്നെ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഓരോ ഓപ്പറേഷനും കൂടാതെ തന്നെ ആ ക്ലോട്ടായ ബ്ലഡ് അവിടെ നിന്ന് ക്ലീൻ ആയി തന്നെ മാറിയിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി പറ്റും. ഇനിയും പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവ് സാക്ഷ്യമാക്കി മാറ്റി കേട്ടോ. നാളെ ഇതിനെപ്പറ്റി പൂർണ്ണ സാക്ഷ്യം പറയും ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ബ്രദർ ഷാർലറ്റ് എന്ന് പറഞ്ഞ ആ ദേവാലോചന ഞാൻ ഏറ്റെടുക്കുന്നു. അത് എനിക്ക് ജോലി പോയിരിക്കുകയായിരുന്നു. അത് എന്റെ മുമ്പിലത്തെ കമ്പനിയിലെ എന്റെ മാനേജറാണ്. അപ്പൊ ഞാൻ പുള്ളിക്കാരിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇരിക്കുകയാണ്. അന്നേരമാണ് ഈ ദേവാലോചന വരുന്നത്. ഞാനത് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും ശ്രദ്ധ പ്രാർത്ഥിച്ചോണം. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കുന്ന ആലോചന, ഇന്നലെ കേട്ടല്ലോ, ആലോചനയ്ക്കകത്ത് ഒരു അത്ഭുതം ഇരിപ്പുണ്ട്. ഏലീശ നയമാണ്ട് പറഞ്ഞതുപോലെ നിന്റെ കുഷ്ഠം മാറും, അതിൻ്റെ അകത്ത് ഒരു ആലോചന വന്നതുപോലെ ആലോചന മുറുക്കെ പിടിച്ചു. ഇന്ന് ഞാൻ ഈ മെസ്സേജ് അയച്ച കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ ഞങ്ങളുടെ ആരോടെങ്കിലും? അവര് ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഏറ്റെടുത്തോണം. ആ ഹൃദയത്തെ തൊട്ട് നമുക്ക് അനുകൂലമായൊരു വിധി വരാൻ വേണ്ടി പോവാണ്. ഞാൻ അത്ഭുതം കാണുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം കേട്ടോ. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണും സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ഹലോ ബ്രദറെ, പറഞ്ഞു. ആഴ്ച 21-ാം തീയതി സൂം മീറ്റിംഗില് പിന്നെ ബ്രദർ ആലോചന പറഞ്ഞിരുന്നു. ഒരു നീല കട്ടനിട്ട റൂമിൽ ഇരിക്കുന്ന ആ ആലോചന ഞാൻ ഏറ്റെടുത്ത്. എനിക്ക് അന്ന് ഭയങ്കരമായ വേദനയായിരുന്നു, എന്റെ അസ്ഥികൾക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു, സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. അന്ന് ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അപ്പൊ തൊട്ട് എനിക്കിപ്പോ ഒരു വേദനയുമില്ല. ആമേൻ. അതായത് സൗഖ്യം ദൈവം തന്നു. അതായത് ആലോചനയ്ക്കകത്ത്, പ്രവചന ആലോചനയ്ക്കകത്ത് സിസ്റ്റർ വീടിന്റെ അകത്തെ കർട്ടൻ രൂപങ്ങളെല്ലാം കർത്താവ് വെളിപ്പെടുത്തിയതാണ് സിസ്റ്റർ പറയുന്നത്. അതാണ് സിസ്റ്റർ പറയുന്നത്. അപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിന്റെ അകത്ത് വേദനയായിരുന്നു. ഇന്ന് കർത്താവ് ആ വീടിനെ വെളിപ്പെടുത്തി വീടിന്റെ അകത്തിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു, അത് ഏറ്റെടുത്തു. ഇന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ വേദന പൂർണ്ണമായിട്ടും മാറി. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ പറഞ്ഞില്ലേ, പിന്നെ TV റൂമിലേക്ക് കയറി വരുമ്പം TV കണ്ടോണ്ടിരിക്കുന്ന ഒരാളെ വലത്ത് സൈഡിൽ TV വെച്ചേക്കുന്ന TV കണ്ടോണ്ടിരിക്കുന്ന ഒരാളെ ദൈവം തൊടുന്നു. ഇന്നലെ പറഞ്ഞു സിസ്റ്റർ. അതെ, ഇന്നലെ പറഞ്ഞതാണ്. അതെന്റെ വീടാണ്. അതാരാ സിസ്റ്റർ TV കണ്ടോണ്ടിരിക്കുന്നത്? എന്റെ ഭർത്താവാണ്. 64 വയസ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ. ഓ, ആ വ്യക്തിയല്ലേ. കർത്താവ് ഇന്ന് ആ വ്യക്തി ഏറ്റെടുത്തോട്ട് ആ വ്യക്തി മുഖാന്തരം കുടുംബത്തെയും തലമുറകളെയും കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകും കേട്ടോ. ആ വ്യക്തിയെ തൊടുമ്പോ വിദേശത്താണ്. അത് 5 വർഷമായി വരാനായിട്ട്. അവര് റിസൈൻ ലെറ്റർ ഒന്നും സ്വീകരിക്കുന്നില്ല, വിടുന്നുമില്ല. ഈ ജൂൺ 8-ാം തീയതി കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി സിസ്റ്റർ. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. കർത്താവ് ആലോചനയിൽ വിശ്വസ്തനാണ്. ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ആലോചന പറഞ്ഞില്ലേ പാസ്റ്റർ, കാറ് കിടക്കുന്ന ഒരു ഭവനത്തിലേക്ക് ആന്റണി കയറി വരുന്നെന്ന്. വെള്ളക്കാർ കിടക്കുന്നേ ആന്റണി അത്
പാസ്റ്റർ പൂർത്തീകരിച്ചില്ല. പക്ഷെ അത് എന്റെ പപ്പയാണ്. അടുത്ത ആഴ്ച ഈ ഭവനത്തിലേക്ക് കടന്നു വരും. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും അത് ഞാൻ എന്തുകൊണ്ടാണ് ആ ആലോചന പലപ്പോഴും ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, നമ്മൾക്ക് ഈ ആലോചന പലതും കയറി വരുമ്പോൾ നിങ്ങൾ മ്യൂട്ട് മാറ്റുക. ഞാൻ എന്തുകൊണ്ടാണ് ഈ മ്യൂട്ട് ആ സമയത്ത് എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ആ സമയത്ത് പറയുമ്പോൾ അത് ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. ഞാൻ നിങ്ങളുടെ എപ്പോഴും ഓർത്തിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ, പ്രവചനങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കുക. പറയുന്നയാൾ ഏത് അഭിഷക്തനായിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, അവരെപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. കർത്താവിൻ്റെ ആലോചന സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുക. ആ സമയത്ത് നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയങ്ങളും പറയരുത്. കാര്യം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്, ആലോചനയുടെ സമയം. അത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ സിസ്റ്ററെ ആൻ്റണി എന്നുള്ള വ്യക്തി ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, കർത്താവ് ഇടപെട്ടതാണ്. വെള്ളക്കാർ എടുക്കുന്ന ഒരു ഭവനമാണ്. ആലോചന കേട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വ്യക്തി വരുന്ന ദിവസം ഒരു അടയാളമാണ്. അന്ന് മുതൽ സിസ്റ്റർ ഏറ്റെടുത്തോണം. അന്ന് മുതൽ വീടിൻ്റെ അകത്ത് തന്നെ വലിയ വ്യത്യാസങ്ങളെ കർത്താവ് കാണിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലെ ചില പ്രവൃത്തികൾ, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾ തുടങ്ങുന്ന ഒരു സമയമാണ് ആ വ്യക്തി വരുന്നത്. ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നടക്കുവാൻ ഇടയായി തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു പാസ്റ്റർ ഇന്ന് പറഞ്ഞ വചനം പോലെ ഞങ്ങളുടെ വയനാടുള്ള വീട് പാസ്റ്റർ കഴിഞ്ഞ മാസം 29-ാം തീയതി ഞാൻ വയനാടായിരുന്നു. അന്നേരം പാസ്റ്റർ പറഞ്ഞായിരുന്നു വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ വലതുവശത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുവശത്തായിട്ട് ചുമരിന്റെ വിള്ളല് ഗ്ലാസിന്റെ അവിടം വരെ, ജനലിന്റെ അവിടം വരെ ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ വീടിന്റെ ഞാനത് പറഞ്ഞായിരുന്നു. അപ്പൊ പാസ്റ്റർ പറഞ്ഞത് വലിയൊരു അത്ഭുതമാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞായിരുന്നു. ആ വീടൊരു വിള്ളലിന്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ആ വീട് സ്ഥലവും ഞങ്ങൾ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു പാസ്റ്റർ. അപ്പൊ അത് ഇങ്ങനെ ചുമര് വിള്ളലുള്ളതുകൊണ്ട് എനിക്കത് വല്ല ഭാരപ്പെട്ടിരിക്കുമായിരുന്നു, ഇങ്ങനെ വിൽക്കാൻ പറ്റുമെന്നൊക്കെ ഓർത്തിരിക്കുന്നു. അപ്പൊ അതിന്റെ 1-2 പേര് ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് വന്നപ്പോ ഒക്കെ തൊട്ടടുത്ത വീട്ടുകാർ അത്രയും പൈസ ഒന്നും പറഞ്ഞ് അവരെ മുടക്കി വിട്ടു പാസ്റ്റർ. അപ്പൊ ഞാനിപ്പോ ഇന്നിപ്പോ പാസ്റ്റർ പറഞ്ഞ ഈ വചനം ഞാൻ ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുക. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എന്നിൽ നിന്ന് തോക്കുമാറാക്കും. ഒരു വഴിയായി വരുന്ന 7 വഴിയായി അപ്പൊ അത് ഞാൻ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു പാസ്റ്റർ. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും സിസ്റ്റർ കേട്ടോ. കർത്താവിന്റെ സാക്ഷ്യമാക്കിയ വിഷയത്തെ ദൈവം മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മോനെ എനിക്കൊരു വിഷയം പറയാനുണ്ട്. പറഞ്ഞോ മച്ചി. മോനെ ആദ്യം മുതലേ എനിക്ക് ഇതിന്റെ വീഡിയോ തുറന്ന് കിട്ടത്തില്ലായിരുന്നു. ഞാൻ ഈ സാക്ഷ്യം പറയാൻ തുടങ്ങിയപ്പം തൊട്ടാന്ന് എനിക്കത് കിട്ടിയേ. എന്നാലും ഞാൻ വിചാരിച്ചു ഞാൻ കേട്ടില്ലേലും വേണ്ടുകയില്ല, ഞാനിത് നിർത്തിയിട്ടേച്ച് പോകത്തില്ലെന്ന് വാശി പിടിച്ചിരുന്നു. ഏതായാലും സാക്ഷ്യം പറയാൻ തുടങ്ങിയപ്പം തൊട്ടാന്ന് എനിക്ക് ആ വീഡിയോ തുറന്നു കിട്ടിയേ. എന്നാലും എനിക്കത് കേൾക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ ഒരു വിഷയമുള്ളത് മോനെ, എന്റെ കൊച്ചുമോൻ ആൽഫി കാനഡയിലെ ആർമി ചേർന്നു. അവൻ ഈ പ്രാക്ടീസ് സമയത്ത് അവൻ ഒരു തരത്തിലും മുൻപോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ഇട്ടേച്ച് പോരണോ തുടർന്ന് നിൽക്കണോ എന്നുള്ളതിന്റെ വീണ്ടും ഒരു പ്രശ്നമായിട്ട് നിൽക്കുക. ആ വിഷയം വെച്ച് മോൻ അങ്ങ് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും എൻ്റെ കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞതാണ്. ഇനി പേടിക്കേണ്ട. ഇങ്ങനെ പറഞ്ഞാൽ മതി, കർത്താവ് ഇന്ന് ആ മകന്റെ വിഷയത്തിന്റെ മേൽ ഞാൻ അത്ഭുതം കാണുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. പറഞ്ഞു. ഞാൻ എറണാകുളത്ത് മീറ്റിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എന്റെ രഞ്ജിത്ത് രണ്ടും മിണ്ടാത്ത കുട്ടികളായിരുന്നു. അന്ന് ആദ്യം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. അപ്പൊ എന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കൈ ഇപ്പൊ എനിക്ക് ഇപ്പൊ കൈ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ കർത്താവ് ഇന്ന് കൈവച്ച ബ്രദറെ അങ്ങ് സൗഖ്യമാക്കി. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് ബ്രദറെ ഞാൻ ഇങ്ങനെ പറയുകയാണ്, യേശുവേ അങ്ങ് തൊട്ട് കഴിഞ്ഞതിന് നന്ദി, ആ കൈ സൗഖ്യമാക്കിയതിന് നന്ദി. ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ കർത്താവ് ഇതിന്റെ മേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞത്. അത് ഡിക്ലെയർ ചെയ്യുന്നു. ഇന്ന് ഈ രാത്രി ഉറങ്ങി എണീക്കുന്നതിനകത്ത് തന്നെ ആ കൈ ചലിക്കും, കൈ സൗഖ്യമാകും. ഇന്ന് കേട്ട ഈ അത്ഭുത സാക്ഷ്യങ്ങളൊക്കെയും ആ ശരീരത്തിന്റെ മേലേക്ക് ഞങ്ങൾ അയക്കുന്നപ്പ അത് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. എന്തോ എനിക്ക് പാടുകളൊക്കെ കണ്ടോണ്ടിരുന്നത്. അപ്പൊ എനിക്കത് കാണുന്നില്ല, എനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ പ്രാർത്ഥിക്കണോ ആരാധിക്കണോ ഒക്കെ ഉണ്ട്.
എനിക്കത് ഇപ്പൊ കാണുന്നില്ല. ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്ത് സിസ്റ്റർ കാണാത്തത്? വെളിപ്പാടുകൾ കണ്ടോണ്ടിരുന്നത് അപ്പൊ കാണുന്നില്ല. കേട്ടില്ല. എന്ത് വെളിപ്പാടുകളൊക്കെ കണ്ടോണ്ടിരുന്നത് അപ്പൊ എനിക്ക് കുറച്ച് വെളിപ്പാടുകളൊക്കെ ഞാൻ കണ്ടോണ്ടിരുന്നത് അപ്പൊ എനിക്ക് കാണാനില്ല. കർത്താവ്, ഞങ്ങൾ ഇന്ന് സ്പിരിച്വൽ ഐസിനെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ കണ്ണുകൾ തുറക്കട്ടെ, ആ വെളിപ്പാട് കാണട്ടെ. യേശുവിൻ്റെ നാമത്തിനുള്ള ആ കൃപ വർദ്ധിക്കട്ടെ. യേശു തന്ന അധികാരത്തിന് മേൽ പ്രാർത്ഥിക്കുന്നു. സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആകട്ടെ, ദർശനങ്ങൾ കാണട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദർ, എനിക്ക് പറഞ്ഞു. ഇന്ന് വീടിന്റെ മുന്നിലെ മതിലുണ്ടെന്ന് പറഞ്ഞു. ഉം. അത് അപ്പൊ ഇന്നലെ തലമുറ പറഞ്ഞു. രണ്ട് പാസ്പോർട്ട് ഉണ്ടായിരുന്നു, ഒന്ന് കാണാനില്ല. അപ്പൊ അന്ന് എറണാകുളത്ത് വന്നപ്പോ ദൈവാത്മാവ് വെളിപ്പെടുത്തിയാണ് 521 ഉള്ളത്. ഞാൻ വന്ന് നോക്കുമ്പോ എന്റെ 521. അപ്പൊ ഞാനത് ആപ്ലിക്കേഷൻ ഇന്നലെ ഡേറ്റ് കിട്ടിയിട്ട് ഞാൻ പോയായിരുന്നു. ദൈവം അത്ഭുതകരമായിട്ട് അവരെ വായിക്കുന്ന ഒന്നും വന്നില്ല. പാസ്പോർട്ട് ഉണ്ടോന്നോ ഒന്നും ഒരു വെളിപ്പാട് കിട്ടി. ഇത് നോക്കിയിട്ട് അവർക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ല. പഴയതാണ്, ഒരു 88 ഇഷ്യൂവാണിത്. എന്തായാലും അവരെല്ലാം ഓക്കെ ആക്കി. ഇനി പോലീസ് വെരിഫിക്കേഷന് ഇട്ടിട്ടുണ്ട്. അതൊരു മിറക്കിളായിരുന്നു ഇന്ന്. ഒരിക്കലും വിചാരിച്ചില്ല. ചെക്ക് പറഞ്ഞെങ്കിൽ നമ്മള് മറ്റേ പാസ്പോർട്ട് കാണാനില്ലെങ്കിൽ ഇങ്ങനെ പത്രത്തിൽ പരസ്യം ചെയ്യണം, ഫൈൻ അടയ്ക്കണം, ഒത്തിരി ഇഷ്യൂസ് വരും. ഇതൊന്നും ഉണ്ടായില്ല. ദൈവം ഞാൻ പറഞ്ഞു 521 ദൈവം വെളിപ്പെടുത്തിയ ഞാൻ മുകളിൽ നിന്ന് ഓർഡർ വന്നാ ഞാൻ അതുകൊണ്ട് പോവാന്നും പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ ഉച്ചയ്ക്ക് പോയി, വൈകുന്നേരത്ത് തിരിച്ചു വന്ന എല്ലാവരും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റി. തീർച്ചയായിട്ടും ദൈവം ഇനിയും അത്ഭുതങ്ങളാൽ നിറയ്ക്കുവാൻ സഹായിക്കും. മറ്റാരെങ്കിലും നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞ സമയത്ത് നിങ്ങൾ അനാവശ്യമായിട്ട് മൈക്കുകൾ മാറ്റരുത്. പറയാനില്ലാത്ത ആൾക്കാരൊന്നും മൈക്ക് മ്യൂട്ട് മാറ്റരുത്. ഇവിടെ സൗണ്ടുകളൊക്കെ ഇങ്ങനെ ജാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ആളുകൾ ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം സാക്ഷി ഉള്ളവർ മാത്രമേ ഈ സമയത്ത് മ്യൂട്ട് മാറ്റാവുള്ളൂ. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അല്ലാത്തവർ മ്യൂട്ട് മാറ്റരുത്, വെറുതെ മ്യൂട്ട് മാറ്റരുത്. നിങ്ങൾ വീടിൻ്റെ അകത്ത് സംസാരിക്കുന്നതൊക്കെ ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കും. അത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സാക്ഷ്യമുള്ളവർ മാത്രം മ്യൂട്ട് ചെയ്താട്ടെ, മ്യൂട്ട് മാറ്റിയാട്ടെ, ഉള്ളവർ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കുന്ന ദൈവമാണല്ലോ. ദൈവസന്നിധി നമുക്ക് ഏറ്റുപറയാം. എല്ലാവരും ഇന്ന് കർത്താവ് ചെയ്ത സാക്ഷ്യങ്ങളായിക്കോട്ടെ, ആലോചന കിടന്ന് നാളെ മുതൽ ശ്രദ്ധിക്കുക. നമ്മൾ കർത്താവിൻ്റെ ആലോചന വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമേ നിങ്ങൾ മ്യൂട്ട് മാറ്റാവുള്ളൂ. അല്ലാത്തവരൊക്കെ നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. കാര്യം നമുക്ക് വലിയ കാര്യങ്ങൾ, നമുക്കൊരു ഒത്തിരി കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണോ ബ്ലോക്കായി നിൽക്കുന്നത്, എന്താണോ നിങ്ങളുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, എവിടെയാണോ നിങ്ങൾക്ക് ദൈവപ്രവൃത്തി വേണ്ടത്, കർത്താവ് അതാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കുകയും നിങ്ങൾ ആ സമയത്ത് ഡിസ്റ്റർബൻസുകൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളെ കേൾക്കുവാനോ അനുഭവിക്കുവാനോ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ കൂട്ടായ്മ ഒരു പ്രവചന കൂട്ടായ്മയാണ്. കർത്താവ് നമ്മുടെ നടുവിൽ അങ്ങനെ ഒരു അഭിഷേകത്തെ ചെയ്തിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആലോചനകളെയും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെയും ചെയ്യുവാനും അനുഭവിക്കുവാനും ഒക്കെയും നമുക്ക് ഇടയാക്കും. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ പ്രാർത്ഥനയോടെ വരാൻ വേണ്ടി. കർത്താവ് നിങ്ങളെ ആലോചന, ഇന്നലെ കേട്ടതുപോലെ എലീശയുടെ ഒരു ആലോചന, നയമാൻ്റെ മരണം നീങ്ങി അവന് ജീവൻ കൊടുത്തുവെങ്കിൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നിങ്ങളുടെ തകർന്ന അവസ്ഥകളെ പണിതെടുക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ സമയത്ത് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ നാളെ 9:30 മുതൽ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നായിരിക്കും. അതിൽ പങ്കുചേരുക. നിങ്ങൾ ഒരാൾ അന്യഭാഷ ലീഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തോമസ് ഫാദറോ മറ്റാരെങ്കിലും ഒക്കെ അന്യഭാഷാ പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ മീതെ ഒച്ചത്തിൽ അന്യഭാഷ പ്രാർത്ഥന വെക്കാതെ നിങ്ങൾ അതിൻ്റെ സൗണ്ടുകളെയൊക്കെയും ക്രമീകരിച്ചു, അതിൻ്റെ ഒപ്പം തന്നെ വോളിയങ്ങളെ ക്രമീകരിച്ച്, നമുക്കറിയാം നമ്മളൊരു സൂം പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ പലരും ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവരുണ്ടായേക്കാം. ഭവനത്തിൻ്റെ അകത്ത് ആരാധന സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ടായേക്കാം. അവർക്കൊക്കെയും 9 മണിക്കാണ്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യും, അതുകൊണ്ട് നമ്മൾ സൗണ്ടുകളൊക്കെ നമുക്ക് വോളിയത്തിൽ അന്യഭാഷ പറയുക എന്നുള്ളതിനേക്കാൾ ഉപരി അന്യഭാഷ പ്രാർത്ഥന അനുഭവിക്കുക.
അതിൻ്റെ അകത്ത് ദർശനങ്ങൾ തുറന്നു വരും, അതിനകത്ത് കൃപാവരങ്ങൾ തുറന്നു വരും, അതിനകത്ത് വെളിപ്പാടുകൾ കാണാൻ പറ്റും, ദൂതന്മാരുടെ ഭാഷകൾ കയറി വരും, ഏഞ്ചലിക് വിസിറ്റേഷൻ നമുക്കുണ്ടാവും. ആ ഒരു ബോധത്തിലും പ്രാർത്ഥനയിലും വേണം അന്യഭാഷ പറയാൻ വേണ്ടി. അവ സൗണ്ടുകളൊക്കെ ക്രമീകരിച്ച് എപ്പോഴും ആ ഒരു ശ്രദ്ധിച്ചിരുന്നു കൊണ്ട് എന്താണോ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കർത്താവ് തുറക്കുവാൻ വേണ്ടി പോകുന്നത് അത് കാണാൻ തയ്യാറായിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഏത് പ്രാർത്ഥനാ വിഷയത്തിൽ ഭാരപ്പെടുന്ന നിങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഓർക്കരുത് ബ്രദറെ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ വിഷയത്തെ ബ്രദർ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് ഭാരപ്പെടേണ്ട. ഇത്രയും ആൾക്കാർ ഒരുമിച്ചാണ് പരസ്പരം എടുത്തു പറഞ്ഞില്ലെന്ന് വിചാരിച്ച് നടക്കത്തില്ലെന്നല്ല, എടുത്തു പറഞ്ഞില്ലെങ്കിലും ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം നടന്നു കഴിഞ്ഞു. കൂട്ടായ്മ ആചരിക്കുക, വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക, കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്യുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ.